അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. വേറെ ഒന്നല്ല, കൂൺ കൃഷിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് എത്തിയിട്ടുണ്ട്. ഞാനിതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് കേട്ടോ എന്തൊക്കെ എന്തെന്ന് നോക്കാം. തുറക്കാൻ പോവാണേ. മാറി ഇതിൽ 1 കിലോ കൂൺ വിത്തുണ്ട്. ഇത് 8 ബെഡിനുള്ളതാണ്. ചിപ്പിക്കൂണിൻ്റെ ആണ് കേട്ടോ. പിന്നെ ഇത് 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് കാൽസ്യം ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതിന് ഈ ബെഡ് കെട്ടാനുള്ള കവറ്, പിന്നെ 4 തട്ടായിട്ടുള്ള ഉറി, ഈ ബെഡ് വെക്കാനുള്ള ഉറി, അത് 2 സെറ്റ് ഉണ്ട്. അടുത്തത് വിത്ത് പാകാനുള്ള മാധ്യമം, അതായത് ഇത് ചകിരിച്ചോറാണ്. ഇതിനെല്ലാം കൂടി ഇതും ഒരു ട്രെയിനിങ് ക്ലാസ്സും കൂടി ഉണ്ട്, ഓൺലൈൻ ട്രെയിനിങ് ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി എനിക്ക് 2008 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം ആയത് കേട്ടോ. നമ്മുടെ ഓഫീസിൽ വന്നു, DTDCയുടെ ഓഫീസിൽ വന്നു, അവിടെ നിന്ന് ഞാൻ കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇനി ഇതിനെ കുറിച്ച് ക്ലാസ് ഉണ്ട്. ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അതിനും ചകിരിച്ചോറിൽ ഞാൻ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്താ വേറെ മാധ്യമ പൈപ്പുകളിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ വാഴക്കൈയിൽ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ അടക്കാമരത്തിൻ്റെ ഓരോ കണ്ണിൽ അതിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമുക്കതിലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് മുക്തമാക്കാനായിട്ട് കുറച്ച് അത് പുഴുങ്ങിയൊക്കെ എടുക്കണം, പുഴുങ്ങി ഉണക്കിയൊക്കെ എടുക്കണം. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ എന്ന് പറയുമ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് ഇത് സ്റ്റെറിലൈസ്ഡ് ആണ്. അപ്പോൾ നമ്മളിത് പുട്ടുപൊടി നനക്കുന്നത് പോലെ നനച്ചിട്ട് അതിൽ നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം എനിക്കിത് ചെയ്യാൻ. നാളെ വിളിച്ച് ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ 2 ബെഡ് വീതം ഒരു ദിവസം 2 ബെഡ് വീതം കെട്ടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് എടുത്ത് തക്കാളി പൂവും ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഈ ഒരു റൂമിലാണ് കേട്ടോ ഞാൻ ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ട് അവിടെ കയറൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ട്, അതൊക്കെ പിള്ളേർ വലിച്ച് കണ്ടിച്ചൊക്കെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തത് ഇതില് ഞാൻ ഈ 2
അതിൽ കുറച്ച് എനിക്ക് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേനൽക്കാലത്താണ് ഞാൻ തുടങ്ങിയത്. ശരിക്കും ഇത് മഴക്കാലത്താണ് ചെയ്യാൻ നല്ലതെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണെങ്കിലും മഴക്കാലമാണല്ലോ തുടങ്ങിയല്ലോ. അപ്പൊ നമ്മളിപ്പോ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴേക്കും നമുക്കത് വിളവെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ തുടങ്ങാൻ പോവാണ്. അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്ക് വേണമല്ലോ. അപ്പൊ ഞാനിത് റൂം ആദ്യം ക്ലീൻ ചെയ്തിട്ട്, റൂം ക്ലീൻ ആക്കിയിട്ടേക്കാണ്. അപ്പൊ അതിലുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. സ്പ്രേ ബോട്ടിലുണ്ട്, അതുണ്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒന്ന് അടിച്ചിട്ടിട്ടേക്കാണ് കേട്ടോ. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഡെറ്റോളൊക്കെ വെച്ചിട്ടൊന്ന് തുടക്കട്ടെ. വിത്തിടാനും ഒക്കെ ആയിട്ട് ഞാൻ എടുത്ത പാത്രമൊക്കെയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ. ബിയും എന്റെ കൂടെ കുഞ്ഞുമാവയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഡെറ്റോൾ വെള്ളത്തിൽ തുണിയൊക്കെ മുക്കിയിട്ട് ഒന്ന് തുടച്ച് ഒന്ന് തുറച്ചു കേട്ടോ. വെള്ളത്തിൽ ഡെറ്റോൾ വെച്ചിട്ട് നല്ലോണം തുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വേപ്പെണ്ണ മതിലിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പൊ അത് വെള്ളം വേപ്പെണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ മതിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ. എന്തെങ്കിലും പ്രാണിയൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളൂല്ലോ. പല്ലിയൊക്കെ ഉണ്ടെങ്കിൽ ഈ വേപ്പെണ്ണ തളിച്ചിട്ടുണ്ടെങ്കിൽ പോകും. അപ്പൊ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ഉറിയെട്ടാണെടുത്തൊക്കെ ഇവിടെയാണ് ഉറിയെട്ടുള്ളത്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് തളിച്ചു കൊടുത്തിട്ടോ. ഈ കുഞ്ഞുവാവ് കൂടെ നടക്കണേ. ഞാനിതെല്ലാം നേരെ കൊറിയർ വന്ന ഈ ബോക്സിലേക്ക് എന്റെ ഇട്ട് വെക്കാൻ പോവാണ് കേട്ടോ. സാധനങ്ങളെല്ലാം കൊറിയർ വന്ന ബോക്സിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ നാളെ ശനിയാഴ്ചയാണ്, നാളെ എന്താണെങ്കിലും തുടങ്ങുന്നില്ല. നാളെ വിളിച്ച് ചോദിച്ചിട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ചകിരിച്ചോറിൽ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അതിൽ ചെയ്യേണ്ട രീതി എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞായറാഴ്ച ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇതിന്റെ കൂടെ ഒരു 500 ഗ്രാമിന്റെ കാൽസ്യം ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എനിക്കറിയില്ല. അപ്പൊ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞായറാഴ്ച തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ ഇതിന്റെ കോൺക്ലൂഷന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.